ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫ്രഷ് അയില മീൻ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് വറുത്തരച്ചിട്ടുള്ള മീൻ കറി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം. ഇതിന് ചട്ടി നന്നായി ചൂടായതിനു ശേഷം തേങ്ങ ഇടുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത് മൂന്നും ഇടുക. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇവിടെ ചേർക്കുന്നത്. തേങ്ങയിലുള്ള ആ ഈർപ്പം പോയതിനു ശേഷം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മീൻ ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. ഒരു മീൻ 3 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി കുറച്ച് ഉലുവ ഇടാം. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴണ്ടി കിട്ടും. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം പുളി ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ഇട്ടിട്ടാണ് വറുത്തരച്ച് വെക്കുന്നത്. പുളി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പുളി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അരച്ചൊഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്ത് കൂടുതലായിട്ട് ഇളക്കാനായിട്ട് പറ്റില്ല. മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇളക്കി പറഞ്ഞാൽ മീൻ ഉടയാതെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കാച്ചി ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാവണം. ചെറിയുള്ള റൗണ്ടിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായി മൊരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. മീൻകറിയിലേക്ക് ഉള്ളി കാച്ചിയത് ഇട്ട് കൊടുക്കാം. വറുത്തരച്ച അയിലക്കറി റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.